ചോദ്യം 7. ഇവിടെ പൈത്തൺ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണുള്ളത്. നിങ്ങൾക്ക് ലഭിച്ച സ്കോർ നൽകുമ്പോൾ A+ ഗ്രേഡിന് അർഹമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം തയ്യാറാക്കണം. സൂചന: സ്കോർ 90 അതിൽ കൂടുതലോ ലഭിച്ചാൽ A+ ഗ്രേഡിന് അർഹരാകും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെന്റുകൾ യഥാസ്ഥാനത്ത് നൽകിയിട്ടാണ് താഴെ പ്രോഗ്രാം പൂർത്തീകരിക്കേണ്ടത്. അതിനുശേഷം പ്രോഗ്രാം ഹോമിലെ exam_name എന്ന ഫോൾഡറിൽ സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിത് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഐഡിൽ തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിൽ 3 എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ ന്യൂ എടുക്കുന്നു. ഫയൽ ന്യൂ ഫയൽ. ഇനി നമുക്ക് ചോദ്യത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇത് ടൈപ്പ് ചെയ്യുന്നില്ല, പകരം കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് എടുത്ത ഫയലിലേക്ക് അത് പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് എന്റർ യുവർ സ്കോർ എന്ന ഭാഗം ശ്രദ്ധിക്കുക. അവിടെയാണ് ടോട്ടൽ മാർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അതിന്റെ മാതൃകയാണ് എന്റർ യുവർ സ്കോർ എന്ന് പറയുന്നത്. അതായത് ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ഇൻപുട്ട് കൊടുക്കണം. അതിന് പകരം അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട് അതുപോലെ ചെയ്യാം. അത് മായ്ച്ചു കളയുന്നു. ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. 90 അതിൽ കൂടുതലോ ലഭിച്ചാൽ A+ന് അർഹരാകും. ഇവിടെ 90ൽ കൂടിയ ഒരു മാർക്ക് കൊടുക്കാം. 95 എന്ന് കൊടുത്തു. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. പ്രിന്റ് കോപ്പി ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുക. ഇവിടെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നതിന് പകരം എളുപ്പത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഇവിടെ ഇൻവെർട്ടഡ് കോമ വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് മാറ്റി കൊടുക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത നിർദ്ദേശം കൊടുക്കേണ്ടത്. എൽസ് എന്നുള്ളതിന് ശേഷമാണ് അത് കൊടുക്കേണ്ടത്. ചോദ്യത്തിലെ അടുത്ത നിർദ്ദേശം നോക്കുക. പ്രിന്റ് യു ആർ നോട്ട് ക്വാളിഫൈഡ് എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. നമുക്ക് ഇവിടെ ഫയലിൽ ആ നിർദ്ദേശം കൂടി കൊടുക്കേണ്ടതുണ്ട്. എൽസ് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള നിർദ്ദേശം പേസ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള നിർദ്ദേശം കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം. അതിനു മുമ്പ് ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഹോമിലെ exam_name എന്ന ഫോൾഡറിലാണ്. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് സേവ് ചെയ്യണം. രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും നൽകിയിട്ട് വേണം സേവ് ചെയ്യാൻ. ഫയൽ സേവ് ചെയ്യാം. ഫയൽ സേവ്. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് exam_name എന്ന ഫോൾഡർ നോക്കിയാൽ മതി. exam_name എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഫയൽ നെയിം, രജിസ്റ്റർ നമ്പർ കൊടുക്കണം. അതുപോലെ പിന്നീട് ചോദ്യ നമ്പർ നോക്കുക. 7 ഹൈഫൻ ഇട്ടതിന് ശേഷം 7 എന്ന് കൊടുത്തു. ഇനി സേവ് ചെയ്യുന്നു. ഇനി ഇത് പ്രവർത്തിപ്പിച്ചു നോക്കാം. റൺ മൊഡ്യൂൾ. ഇപ്പോൾ ആദ്യത്തെ നിർദ്ദേശം അനുസരിച്ച് യു ആർ ക്വാളിഫൈഡ് ഫോർ ഗ്രേഡ് എ എന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ 95 കൊടുത്തത്. 90 കുറവാണെങ്കിൽ രണ്ടാമത്തെ നിർദ്ദേശം പ്രിന്റ് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം. 75 എന്ന് കൊടുത്തു. ഫയൽ സേവ് ചെയ്യുന്നു. പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കുന്നു. റൺ മൊഡ്യൂൾ. യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ ഗ്രേഡ് A+ എന്ന് പ്രിന്റ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാം ശരിയാണ്.